താങ്ക്സ് എ ലോട്ട്. നിങ്ങളല്ല തേവിറങ്ങുകിലേ മഴ തോമ്പലൊന്നു തരുമോ നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹമിത്രയെഴുതാമോ ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു ദിലീപേട്ടൻ. പാട്ട് പാടുന്നില്ലായിരുന്നില്ല, എഴുത്ത് മാത്രം. താങ്ക് യു. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു ഇതിലേക്ക് പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് ബൈക്കിൽ പോകുമ്പോഴേ പെട്രോൾ അടിക്കണം പോയിക്കൊണ്ട് മുടി ഇങ്ങനെ പോവല്ലേ ബൈക്കിൽ. താങ്ക് യു. നമ്മൾ അടുത്ത 2-3 ചോദ്യത്തില് വൈൻഡപ്പ് ചെയ്യുന്നതായിരുന്നു. ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കല്ലോ. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എനിക്ക് പേഴ്സണലി ഇത് ഞാൻ എൻ്റെതായ രീതിക്കാണ് ചെയ്തത്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇല്ല. എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങാൻ പോലും മര്യാദയ്ക്ക് അറിയില്ല. സിംപ്ലി ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ് അത്രേ അറിയുള്ളൂ. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവതരിപ്പിക്കുന്നതും നൃത്തത്തിൽ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഓൾ അബൌട്ട് നമ്മൾ എങ്ങനെ ആ എനർജി ക്യാരി ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അത് ഇതിന്റെ പാർട്ട് ഓഫ് ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. അടുത്ത സിനിമ ഇറങ്ങാൻ പോകണത് ചേട്ടന്റെ സിനിമ ഇറങ്ങാൻ പോകണത് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ 2.0 എന്നാണ്. അപ്പൊ ഇനിയും തൊട്ട് ഞാന്റെ ഹിറ്റ് പടങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എല്ലാം പ്രതീക്ഷിച്ചു. അല്ല അത് അതിന്റെ പ്രസ് മീറ്റ് ഉണ്ട് അടുത്ത ഇത് വരുന്ന 2 ദിവസം 23 റിലീസാണ്. അപ്പം പറയാം ഇത് നിർത്താം. ജോൺ ചേട്ടനോട് തിരക്കൊണ്ട് അതുപോലെ തന്നെ ഡയറക്ഷനിലാണോ? ആ ശരി ശരി. ദിലീപേട്ട ചാന്തുകൊട്ട്, അതുപോലെ ചക്കരമുത്ത്, അതുപോലെ മായാഭൂമി, അങ്ങനെ നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം, അവരുടെ രീതി. സിനിമയിലെ ഒരു 3 വാക്കുകൊണ്ടാണ് അതിന്റെ ത്രെഡ് പറഞ്ഞത്. അതേപോലെ ദിലീപേട്ടനെ ഇംപ്രസ് ചെയ്ത ഏതെങ്കിലും കഥകൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്? 3 വാക്കുകൊണ്ട് പറഞ്ഞതല്ലേ. ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു, ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാകുന്നു, അവസാനം മുതലാളി കോംപ്രമൈസ് ബസ് കൊടുക്കുന്നു, ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി, മകൻ തീരാതായി. എനിക്കൊരു പോകേണ്ട കാര്യമില്ല, കാരണം വീട്ടിൽ പോകേണ്ട നിങ്ങൾ ചോദിക്കാതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി. ഹോസ്പിറ്റലിൽ മോള് പറഞ്ഞു. മലയാള സിനിമയിൽ അപ്പൊ എന്നെ എന്റെ വഴിക്ക് വിടും ഞാൻ. പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞു ഇവിടെ പത്രസമ്മേളനം അങ്ങനെ സാധിച്ചല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഉത്തരം കഴിഞ്ഞ് പോവാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.